വ്യാജ സോഫ്റ്റ്വെയർ നിർമ്മിച്ച് വിവരങ്ങൾ ചോർത്തിയ സംഘത്തിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അറസ്റ്റിൽ. മലപ്പുറം കെട്ടപ്പുറം സ്വദേശി TP റിയാസ് ആണ് പിടിയിലായത്. കഴിഞ്ഞ വെള്ളിയാഴ്ച വീട്ടിലെത്തിയ ഗുജറാത്തിൽ നിന്നുള്ള അന്വേഷണ സംഘം റിയാസിനെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഇയാളെ കൂടാതെ വിവിധ ഇടങ്ങളിൽ നിന്നായി വേറെ 8 പേരെയും സമാന കുറ്റത്തിന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നു. അനഘ, വളരെ പ്രധാനപ്പെട്ട ഒരു കേസായി ഇത് മാറുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് വ്യാജ സോഫ്റ്റ്വെയർ നിർമ്മിച്ച് വിവരങ്ങൾ ചോർത്തുക. അതിലെ സംഘത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുന്നത് ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ്. മലപ്പുറം സ്വദേശി TP റിയാസ്. ഇയാളെ കൂടാതെ മറ്റ് 8 പേരെ കൂടി പിടികൂടിയിട്ടുണ്ട്. ഈ കേസ് ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്? അനഘ ഹർഷൻ. വിനോദ്, അതായത് മലപ്പുറം കൊട്ടപ്പുറം സ്വദേശിയായിട്ടുള്ള ഡിവൈഎഫ്ഐയുടെ സജീവ പ്രവർത്തകൻ, അതായത് ഡിവൈഎഫ്ഐ CPM-ന്റെ എല്ലാ പരിപാടികളിലും സജീവമായി പങ്കെടുക്കുന്ന, കൃത്യമായി പറഞ്ഞാൽ ഒരു സഖാവിനെയാണ്, ഡിവൈഎഫ്ഐയുടെയും CPM-ന്റെയും കറകളഞ്ഞ സഖാവ് എന്ന് പറയേണ്ടി വരും. അങ്ങനെ ഒരു സഖാവിനെയാണ് വ്യാജ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയെന്ന ക്രിമിനൽ കുറ്റത്തിന്റെ പേരിൽ ഗുജറാത്തിൽ നിന്ന് വന്നിരിക്കുന്ന അന്വേഷണ സംഘം, അതായത് ഗുജറാത്തിലെ ദാമൻദിയിൽ നിന്ന് എത്തിയിരിക്കുന്ന അന്വേഷണ സംഘം കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ റിയാസ് TPയുടെ വീട്ടിലെത്തി. അതീവ രഹസ്യമായാണ് വീട്ടിൽ നിന്ന് റിയാസ് TPയെ അറസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് അതിനുശേഷം ഇപ്പോൾ ഇയാൾ ദാമൻദിയിലെ പോലീസിന്റെ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണ്. വിശദമായ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഇയാൾ റിമാൻഡിലാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇയാളെ കൂടാതെ കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് 8ഓളം പേരെയും ഇത്തരത്തിൽ ദാമൻദിയിൽ വന്ന പോലീസ് അല്ലെങ്കിൽ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ ഒരു അറസ്റ്റിനെ കുറിച്ച് കേരള പോലീസിനെ പോലും അറിയിക്കാതെ അതീവ രഹസ്യമായ ഒരു നടപടിയായിരുന്നു ഈ അന്വേഷണ സംഘം നടത്തിയിരുന്നത്. അതായത് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മലപ്പുറം കൊട്ടപ്പുറത്തുള്ള ഈ റിയാസ് TPയുടെ വീട്ടിലേക്ക് ഈ ഒരു 5-അംഗ സംഘം എത്തുന്നത്. അതിനുശേഷം അതീവ രഹസ്യമായി തന്നെയാണ് വീട്ടിൽ നിന്ന് ഇയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഈ സംഭവം അതിനുശേഷമാണ് ഈ പ്രദേശത്തെ ആളുകളൊക്കെ അറിയുന്നത്. പ്രദേശത്തുള്ള CCTV ദൃശ്യങ്ങളിൽ നിന്നടക്കമാണ് ഈ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുന്നത് പോലും. മാത്രമല്ല, ഈ റിയാസ് TP എന്ന് പറയുന്നത് ആദ്യം ഒരു ഏറ്റവും സാധാരണക്കാരനായിരുന്നു. അതിനുശേഷം പെട്ടെന്നാണ് ഇയാൾ പണക്കാരനായത് എന്നാണ് ആ പ്രദേശത്തെ അയൽക്കാർ പോലും പറയുന്നത്. എങ്ങനെയാണ് ഇയാൾ പണം ഉണ്ടാക്കിയത് എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് വ്യാജ സോഫ്റ്റ്വെയർ പോലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുക, അത് മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുക, അതായത് ഒരാളുടെ വ്യക്തിപരമായ വിവരങ്ങൾ ചോർത്തുക, അല്ലെങ്കിൽ രാജ്യത്തിന്റെ പോലും പല ഘട്ടങ്ങളിലും വിവരങ്ങൾ ചോർത്തി മറ്റ് ആളുകൾക്ക് കൈമാറുക എന്നതടക്കമുള്ള അതീവ ഗുരുതരമായ കുറ്റം ഇയാൾ ചെയ്തിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ ദാമൻദിയിലുള്ള അന്വേഷണ സംഘമാണ് കേസ് എടുത്തിരിക്കുന്നതെങ്കിൽ പോലും NIA അടക്കമുള്ള ഏജൻസികൾ ഈ കേസിലേക്ക് ബന്ധപ്പെടാനും ഇയാൾക്കെതിരെ ഒരു അന്വേഷണം നടത്താനും ഒക്കെയുള്ള സാധ്യത വരും ദിവസങ്ങളിൽ ഉണ്ടാവും. കാരണം അത്തരത്തിൽ ഒരു വഞ്ചന കുറ്റം പോലും ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. നിലവിൽ 338, 111 തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു വിശദമായ അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നതാണ്. അതായത് ഇത്രയൊക്കെ സംഭവം ഉണ്ടായിട്ട്, അതായത് ഒരു വ്യാജ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുക, മറ്റുള്ളവരുടെ വിവരം ചോർത്തുക എന്നതടക്കം, മറ്റുള്ളവർക്ക് വിവരം ചോർത്തി നൽകുക എന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടും ഇത്തരത്തിലൊരു ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകനാണ്, CPM-ന്റെ സജീവ പ്രവർത്തകനാണ്. അങ്ങനെ ഒരാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനോ അല്ലെങ്കിൽ അയാൾക്കെതിരെ എന്തെങ്കിലും നടപടിയെടുക്കാനോ ഇതുവരെ ഈ കൊണ്ടോട്ടിയിലെ കോട്ടപ്പുറത്തെ പാർട്ടി നേതൃത്വം തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത. ഇതുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള CPM-ന്റെ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട സമയത്ത് ഇത്തരത്തിലൊരു അറസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് വലിയ രീതിയിലുള്ള അവർ മുഖവിലയ്ക്ക് പോലും എടുക്കുന്നില്ല. അത് ഒരു സാധാരണ നടപടി മാത്രമാണ് പറയുന്നത്. അതായത് എന്ത് കുറ്റം CPM-ന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ അണികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോഴും അവരെ ചേർത്ത് പിടിക്കുന്ന നിലപാടാണ് CPM എല്ലാ കാലത്തും പിന്തുടരുന്നത്. അത് ഇവിടെയും ആവർത്തിക്കുകയാണ്. തള്ളിക്കളയാനോ ഇത്തരത്തിൽ തെറ്റ് ചെയ്തവരെ തള്ളിപ്പറയാനോ പോലും ഈ കോട്ടപ്പുറത്തെ CPM തയ്യാറായിട്ടില്ല എന്നതാണ്. അതായത് സോഫ്റ്റ്വെയർ പോലുള്ള സംഭവം ഉണ്ടാക്കി മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുക തുടങ്ങിയ അതീവ ഗൗരവകരമായ ഒരു കുറ്റമാണ് ഈ റിയാസ് TPക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. മാത്രമല്ല, വരും ദിവസങ്ങളിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ കേസ് NIA അടക്കം ഏറ്റെടുക്കും എന്നൊരു വിവരം കൂടിയാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. വിനോദ്, തീർച്ചയായും വ്യാജ സോഫ്റ്റ്വെയർ നിർമ്മിച്ച് നൽകുന്ന അതിലെ പ്രധാനപ്പെട്ട കണ്ണിയാണ് ഡിവൈഎഫ്ഐ നേതാവ് റിയാസ്. അയാളെയാണ് ഇപ്പോൾ പിടികൂടിയത്. അയാളെ കൂടാതെ 8 പേരെ കൂടി പിടികൂടിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട കേസാണിത്.
ഗുജറാത്തിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഇവരെ കൃത്യമായി വലയിലാക്കിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും അനഘ ഹർഷൻ.